മൂപ്പാ, തത്തച്ചിയുടെ പുരുഷൻ വന്നു. തത്തച്ചിയുടെ പുരുഷൻ വന്നു. മോളെ കാട്ടുദേവര് കനിഞ്ഞു. തത്തച്ചിയുടെ പുരുഷന് ഞാൻ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നെ കൊല്ലാതെ വിട്ട വീരനല്ലേ. മകനെ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ മറ്റാരുമായി ധരിച്ചിരിക്കുകയാണ്. എന്റെ ജീവൻ രക്ഷിച്ച ആളായതുകൊണ്ടാണ് ഇയാൾ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് പൊരിയുന്ന ചട്ടിയും നെരിയുന്ന തീയിൽ വീണിരിക്കുകയാണല്ലോ. ഇല്ല, ഞാൻ വിടില്ല. എനിക്ക് മറക്കാൻ പറ്റില്ല. വിടില്ല. ചതി, വലിയ ചതി. എങ്ങളെ പൊണ്ണെ ചതിച്ച ഞങ്ങളും വിടില്ല. പിടിച്ചുകെട്ട്. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ ഈ പ്രദേശത്തെ ആദ്യമായിട്ട് വരികയാണ്. എന്റെ ദേവനെ, നീ ഭൂമിയല്ലേ? ഭൂമിയല്ലേ? ഓഹോ, അപ്പോഴിവിടെയും നായകൻ അവനാണല്ലേ? അതേടാ. അപ്പോൾ ഞാൻ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വന്നത് നിന്റെ പേരിലാണ്, ഗോപി അല്ലേ? നിന്നെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിക്കപ്പെടാം. നീ എന്നെ വിഡ്ഢിയാക്കാനുള്ള ശ്രമമാണ്. നീ എന്നെയല്ലേ വിഡ്ഢിയായിക്കൊണ്ടിരിക്കുന്നത്? എസ്റ്റേറ്റിലെ കൊലപാതകത്തിന്റെ പുറകിൽ നിന്റെ കൈകളല്ലേ? കേശവനെ കൊന്നത് നീയല്ലേ? നീയും ആ ശേഖരന്റെ ആളാണല്ലേ? എന്റെ സഹോദരിയുടെ കുടുംബജീവിതം നീ താറുമാറാക്കി. ഓർമ്മകൾ നശിച്ചൊരു ജീവച്ഛവമായിരിക്കുന്നു ഇന്നെന്റെ പെങ്ങൾ. കുറ്റപത്രമോ? എന്റെ നേർപ്പം. എടാ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു പൊരുതട്ടെ, കുറ്റക്കാരെന്ന് പൊരുതി കാമിക്കട്ടെ. ഞാൻ എന്തൊക്കെയാണ് കാണുന്നത്? ഞാൻ എവിടെയാ? നമ്മുടെ കുടുംബം തകർത്ത ദ്രോഹിയാണ് സുശീല. ഇവനാണ് കേശവനെ കൊന്നത്. അല്ല ഗോപി, അല്ല. കേശവനെ കൊന്നത് ഞാനാണ്. എന്നെ ഉപദ്രവിച്ച ശേഖരോട് പകരം ചോദിക്കാൻ രാഘവേട്ടൻ പോയ രാത്രി കേശവൻ വന്നെന്നെ ആക്രമിച്ചു. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ എടുത്ത് കത്തി അയാളുടെ നെഞ്ചിൽ തുളച്ചു കയറി. സുശീലേ,
ശേഖരന്റെ കേശവൻ, അവനെ ഞാൻ ഗോപി എന്നോട് ക്ഷമിക്കും. സത്യാവസ്ഥ അറിയാതെ ഞാൻ എന്തെല്ലാമോ പറഞ്ഞുപോയി. ശേഖരനെ എതിർക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും. അവൻ എന്റെയും ശത്രുവാണ്, നിന്റെയും ശത്രുവോ? അതെല്ലാം പിന്നെ പറയാം. എനിക്ക് ഉടനെ അത്യാവശ്യമായി എസ്റ്റേറ്റ് വരെ പോകണം, അല്ലെങ്കിൽ എന്റെ രതി അപകടത്തിലാവും. മൂപ്പ തത്തച്ചി ഓരെ തടയരുത്. രാമുണ്ണി, നീയും കൂടെ ചെല്ല്. മൂപ്പ, ചൊങ്ക, ഞാൻ തിരിച്ചു വരും. തത്തച്ചിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും. വരൂ ശരി. അമ്മായി, ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഞാനും രവിയുമായിട്ടുള്ള വിവാഹം ഉടനെ നടത്തണം. വിവാഹം ഒരാളുടെ മാത്രം ഇഷ്ടത്തിന് നടത്താൻ പറ്റില്ലല്ലോ. ഇക്കാര്യത്തിൽ രവിയുടെ അഭിപ്രായത്തെക്കാൾ നിങ്ങളുടെ തീരുമാനത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത്. അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ലെങ്കിൽ രവി, അല്ലാതെ ഇവിടെ കേൾക്കാൻ സംസാരിച്ചാൽ മതി. അധിക പ്രസംഗി, നിന്റെ അച്ഛന്റെ മരണശേഷം ഞാനാണ് ഈ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നടത്തിയത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെല്ലാം എന്റെ ഒരാളുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ നേട്ടം ഞങ്ങളെക്കാളേറെ നിങ്ങൾക്കാണ്. രവി, നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? അറിയാം, ഞങ്ങളുടെ ശമ്പളം പറ്റുന്ന മാനേജരോട്. നിന്റെ സംസാരം അതിര് കടക്കുന്നു. നിന്റെ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്യുന്നാണ് അമ്മായി പറയുന്നത്? ഞാൻ പറയാമടാ. അതേടാ, രാഘവൻ തന്നെ. പ്രേതമാണെന്ന് കരുതി ഭയപ്പെടണ്ട. കത്തിയേറുകൊണ്ട ഞാൻ മരിച്ചെന്ന് വിചാരിച്ച് നീ എന്നെ കൊക്കയിലേക്ക് തള്ളിയല്ലേ? ഇല്ലടാ, ഞാൻ മരിച്ചിട്ടില്ല. അതുവഴി വന്ന ഒരു നല്ല മനുഷ്യൻ എന്നെ രക്ഷപ്പെടുത്തി. ആ വീഴ്ചയിൽ എന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്ക് വേണ്ടി എനിക്ക് അവിടെ കുറച്ചു ദിവസം താമസിക്കേണ്ടി വന്നു. ഇന്ന് എന്റെ ഭാര്യയും കുഞ്ഞെയും കാണാൻ ഇവിടെ വന്നപ്പോൾ നല്ലവരായ രതിയെയും അമ്മയെയും ഞാൻ പരിചയപ്പെട്ടു. നിന്റെ സൽപ്രവർത്തികൾക്ക് ഇതിൽ കൂടുതലൊരു തെളിവ് വേണോ? രതി, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു മോനെ? നിങ്ങളുടെ മാനേജറുടെ കസ്റ്റഡിയിൽ. ഇയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണമ്മേ, പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു. ഗോപി, നീ ഇവിടെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്റെ സുശീല എവിടെ? സതീഷ് മോൻ എവിടെ? ഞാൻ ഗോപിയല്ല, രവിയാണ്. വെരി ഗുഡ്. നീ എന്റെ മുമ്പിൽ അഭിനയിച്ചു. ഇപ്പോൾ അളിയന്റെ മുമ്പിൽ അഭിനയിക്കാൻ ശ്രമിക്കാനല്ലേ? ശേഖര, മതി പ്രസംഗിച്ചത്. ഇന്നു മുതൽ എസ്റ്റേറ്റിന്റെ എല്ലാ ചുമതലയും രവിക്കായിരിക്കും. സഹായത്തിന് രാഘവനും ഉണ്ടാകും. ഈ നിമിഷം മുതൽ ശേഖരൻ എസ്റ്റേറ്റുമായി യാതൊരു ബന്ധവുമില്ല. ഈ ശേഖരൻ ഇതുവരെ ആരുടെ മുമ്പിലും തോറ്റിട്ടില്ല, ഇനിയോട്ട് തോൽക്കുകയുമില്ല. തങ്കപ്പ, ഈ മുളം തന്നെ ഇരുട്ടറയിൽ അടയ്ക്കും. ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഗോപിയോ? സുശീലേ, നിങ്ങൾ എപ്പോ വന്നു? എങ്ങനെ അകത്ത് കിടന്നു? ഞങ്ങൾ പുറകുവശത്തെ വാതിൽ കൂടെ ഒന്നമാവാ. എന്റെ കുഞ്ഞെവിടമ്മാവാ? നീ എന്നോട് ഒന്നും പറയാതെയല്ലേ കുഞ്ഞിനെ കൊണ്ടുപോയത്? നിന്നെയും കുഞ്ഞിനെയും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളിൽ. അയ്യോ, അപ്പൊ എന്റെ കുഞ്ഞെവിടെ പോയി? ഒരുപക്ഷേ ആ ശേഖരന്റെ കിരങ്ങണ ഒപ്പിട്ട് കാണുമോ? അയ്യോ, എന്റെ കുഞ്ഞിനാ ദ്രോഹി. സുശീലേ, സമാധാനമായിരിക്കും. എന്റെ ജീവൻ പണയം വെച്ചെങ്കിലും രാഘവേട്ടനെയും മോനെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ചാമുണ്ണിയുടെ ശബ്ദമാണല്ലോ. എന്താ ചാമുണ്ണി? ഞങ്ങൾ പോയ വലിയ വീട്ടിൽ അടിപിടി നടന്നു. ഞാൻ നോക്കി. ഒരു മുടന്ന കൂടി വന്നിട്ടുണ്ട്. നിറയെ തോക്കാളുണ്ട്.
അപകടമാ. രാഘവേട്ടാ, ഗോപി, അതെ, ഞാൻ ഗോപി. രാഘവേട്ടൻ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്തു പറ്റി? എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? എനിക്കിവിടുന്ന് എഴുന്നേക്കണം. എന്താ രാഘവേട്ട? അതാ രാഘവേട്ട, കാലിന് എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാ. സതീഷ് മോനും സുശീലയും ഒക്കെ എവിടെ? അവർ വീട്ടിലുണ്ട്. കുറച്ചു മുമ്പ് നിന്നെ പോലെ ഒരുത്തൻ ഇവിടെ വന്നിരുന്നു, രവി. അവനെയും രതിയെയും ഒക്കെ ആ ശേഖർ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കും. നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. വരൂ. അമ്മാവാ, അമ്മാവാ, അയ്യോ, എന്തു പറ്റി? എന്താ അമ്മാവാ, എന്തായി കാണുന്നതല്ല? ഒന്നുമില്ല. രാഘവ, ഇതെന്തു പറ്റി? ഇതെന്ത് വേഷം? അതൊക്കെ പറയാം മാവ. സുശീലയും സതീഷ് മോനും എവിടെ? ഓ, സുശീലേ 5-6 ആള് വന്ന് പിടിച്ചോണ്ടുപോയി. ഏഹ്, എനിക്കവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല രാഘവ.